ഞാൻ ചെയ്തു നോക്കിയ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങളുമായി ഷെയർ ചെയ്യാണ്. ആദ്യം ഏത് ഫാബ്രിക്കാണോ ഡൈ ചെയ്യേണ്ടത് അത് റെഡിയാക്കി എടുക്കാം. ഒരുപാട് പാറ്റേൺസ് നമുക്ക് ടൈ ആൻഡ് ഡൈ മോഡൽ ചെയ്യാവുന്നതാണ്. ഇതുപോലെ മടക്കി ത്രെഡ് വെച്ച് നല്ല ടൈറ്റാക്കി എടുക്കണം. നമ്മൾ മടക്കുന്നതിനും ത്രെഡ് വെച്ച് കെട്ടിക്കൊടുക്കുന്നതിനും അനുസരിച്ചാണ് ഡിസൈൻ വരുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാം. വളരെ ഈസിയായി പെട്ടെന്ന് ഡിസൈൻ ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണിത്. കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്തത്. കല്ലുപ്പായാലും മതി. ഇനി ഇത് നന്നായി നനച്ച് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ഇതിലേക്കിടാം. കളർ ഫാബ്രിക്കിൽ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത്. ഇനി നന്നായി വാഷ് ചെയ്യാം. ഇതുപോലെ നന്നായി കഴുകിയെടുക്കാം. എക്സ്ട്രാ ഉള്ള മഞ്ഞളും ഉപ്പുമൊക്കെ ഇതിലൂടെ കഴുകി ഒഴിവാക്കാം. കഴുകിയ ശേഷം ഈ നൂലുകളൊക്കെ വെട്ടിക്കൊടുക്കാം. ഇനി ഇത് നിവർത്തി നോക്കാം. ടോപ്പ് നന്നായി ഉണങ്ങിയതിനു ശേഷം അയൺ ചെയ്യാം. ഫസ്റ്റ് 2-3 വാഷ് സെപ്പറേറ്റ് തന്നെ വാഷ് ചെയ്യണം. മറ്റ് ഉള്ള ഡ്രസ്സിൻ്റെ കൂടെ ഒന്നും ഇടാൻ പാടില്ല. സെക്കൻഡ് വാഷിൽ കുറച്ച് കളർ പോയിട്ടുണ്ട്. 4th വാഷിൽ ഞാൻ മറ്റുള്ള ഫാബ്രിക്കിൻ്റെ കൂടെ തന്നെയാണ് ഇത് വാഷ് ചെയ്തത്. 4th വാഷ് ആയപ്പോഴും സോപ്പിൻ്റെ വെള്ളം തട്ടുമ്പോഴേക്കും ഇങ്ങനെ കളർ ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷെ അത് വാഷ് ചെയ്ത് വരുമ്പോൾ ആദ്യമുള്ള പോലെ തന്നെ ലൈറ്റ് യെല്ലോ കളറിൽ തന്നെയാണ് കിട്ടിയത്. ഞാൻ 5 പ്രാവശ്യം വാഷിംഗ് മെഷീനിൽ
സോപ്പ് പൗഡർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് വാഷ് ചെയ്തത്. 5ാമത്തെ വാഷ് കഴിഞ്ഞാലും എങ്ങനെയാണ് ഫാബ്രിക് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വാഷ് ചെയ്തത്. എന്നിട്ടും എനിക്ക് ഇത്രയും കളർ ഫെയ്ഡ് ആയിട്ടുള്ളൂ. ഇത് സോപ്പ് അധികം യൂസ് ചെയ്യാതെ ഹാൻഡ് വാഷ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും കളർ പോകത്തില്ല. എൻ്റെ ഈ സിമ്പിൾ റെസിപ്പി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടേത് മാത്രമായ ഒരു യുണീക്ക് ഡ്രസ്സിന് വേണ്ടി.